നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോവാൻ തീരുമാനിച്ചു. ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇയാൾ ഇനി വരുന്നില്ല നമ്മുടെ കൂടെ, എന്താ വരാത്തതെന്ന് നമുക്ക് ചോദിക്കണം. അപ്പം നമ്മൾ എന്താ ചോദിക്കുക? വൈ ഡോണ്ട് യു കം വിത്ത് അസ് ആണോ, വൈ ആർൻറ്റ് യു കമ്മിങ് വിത്ത് അസ് ആണോ? ഇത് ഒരാൾ ചോദിച്ചിരുന്നതാണ് കമൻറ്റിൽ. അപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്താടോ വരാത്ത നമ്മുടെ കൂടെ, വേണമെങ്കിൽ വന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇത് ഏത് നിങ്ങൾ യൂസ് ചെയ്യുക? വൈ ഡോണ്ട് യു ആണോ, വൈ ആർൻറ്റ് യു ആണോ? വളരെ നല്ല ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത് നമുക്ക് വൃത്തിക്ക് പഠിക്കാം കേട്ടോ. സിമ്പിൾ കാര്യമാണ്, എളുപ്പം പഠിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് പ്രാക്ടീസും ചെയ്യാം, പിന്നെ കുറച്ച് ഹോംവർക്കും തരാം. അപ്പോഴേക്കും നമ്മൾ സൂപ്പർ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ തമ്മിലൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയതാണെങ്കിൽ, എൻ്റെ പേര് വിനി, ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ നന്നായി പഠിക്കണമെങ്കിൽ ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, താഴെ ലിങ്കിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞവർ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് കാണേണ്ട വീഡിയോസിൻ്റെ ലിസ്റ്റും താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡറിൽ അങ്ങ് കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കാശില്ല കോഴ്സിനൊക്കെ ചേരാൻ, എന്താ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട, ആ വീഡിയോസ് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഇനി എങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ അവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ ആരും വിളിച്ചില്ലയോ ആശാനെ, നമ്മൾ വിളിക്കണോ, എന്താ വരാത്തതെന്ന് ചോദിക്കണോ, എങ്ങനെ ചോദിക്കും? മലയാളത്തിൽ ചോദിക്കാമെന്ന് പറഞ്ഞാൽ മലയാളം അറിയില്ല, ഹേ, എങ്ങനെ ചോദിക്കും അപ്പം നമ്മൾ? അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 സെൻറ്റൻസുകൾ, വൈ ഡോണ്ട് യു കം വിത്ത് അസും വൈ ആർൻറ്റ് യു കമ്മിങ് വിത്ത് അസും രണ്ടും രണ്ടാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ വരുന്നില്ലേ, നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ വരുന്നില്ലേ, അവിടെ ഇരിക്കണ കാണുമ്പോൾ കോട്ടും ജാക്കറ്റും ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഷൂസ് ഒന്നും ഇടാൻ പുറപ്പെടുന്ന പോലെ ഇല്ല, അപ്പോൾ നമ്മൾ വരുന്നില്ലേ എന്ന് ചോദിക്കില്ലേ? അതാണ് വൈ ഡോണ്ട് യു കം വിത്ത് അസ്. ഒരു സജഷൻ ആണ്, ഒരു ഇൻവിറ്റേഷൻ ആണ്. ഇയാളിനി വരുന്നില്ലേ, ആരും വിളിക്കാഞ്ഞിട്ടായിരിക്കും, ഞാൻ വിളിക്കാലോ, വരുന്നില്ലേ, ആ ടൈപ്പ്. വന്നോളൂ എന്നുള്ളൊരു ഇൻവിറ്റേഷൻ, ഒരു ഇൻവിറ്റേഷൻ അല്ലേ, അല്ലെങ്കിൽ വന്നോളൂ നല്ലതായിരിക്കും എന്നുള്ളൊരു സജസ്റ്റൻ. ഇതാണ് വൈ ഡോണ്ട് യു കം വിത്ത് അസ്. അപ്പോൾ കം എന്ന് വെച്ചാൽ വരിക അല്ലേ, അറിയില്ലേ, കം വരിക. അപ്പോൾ വൈ ഡോണ്ട് യു കം വിത്ത് അസ്. അപ്പോൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുകയാണ്, ആരും വിളിച്ചില്ലാന്ന് തോന്നുന്നു നമ്മുടെ കൂടെ വരാൻ, അപ്പോൾ ഡോ വന്നോ, വന്നോളൂ എന്നുള്ള രീതിയിൽ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോഴാണ് വൈ ഡോണ്ട് യു കം വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ വരാലോ എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം. അപ്പം നമ്മളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്. എങ്ങോട്ട്? ഹോട്ടലിലേക്കല്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുക, റെസ്റ്റോറൻറ്റ്. ഹോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലമാണ്, റെസ്റ്റോറൻ്റ് ആണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ സാധാരണ ഹോട്ടലിൽ എഴുതി വെക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, പക്ഷെ ഞാൻ പറയുന്നത് പുറത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ ഭക്ഷണം കഴിക്കാമെന്ന് പറയില്ല, റെസ്റ്റോറൻറ്റിലാണ് പോവുക കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഉപയോഗിച്ചൊരു ശീലമുണ്ട്, ശീലിച്ചവർ ശീലിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള പഠിച്ചു വെച്ചോളൂ എന്ന് വെച്ചാൽ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോവാം, നല്ല എന്താണ് ബിരിയാണി, നമ്മൾ ബിരിയാണി വിട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ ബിരിയാണി കഴിക്കാൻ പോവാം. അപ്പോൾ ഒരുത്തൻ വിശന്നിരിക്കാൻ തോന്നുന്നു, എന്താണ് ഇവൻ ആരും വിളിച്ചില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഹലോ, വൈ ഡോണ്ട് യു കം വിത്ത് അസ് ടു ദ റെസ്റ്റോറൻറ്റ്, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോവാണ്, വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഇത് വേർഡ് ബൈ വേർഡ് ആയിട്ട് മീനിങ് ഒക്കെ നോക്കിയാൽ വൈ ഡോണ്ട് യു, നീ എന്താ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോവും. മനസ്സിലായില്ലേ? ഇംഗ്ലീഷും മലയാളവും ഒരമ്മ പെറ്റ 2 മക്കളൊന്നും അല്ലല്ലോ. കുറേ കാര്യങ്ങളൊക്കെ സാമ്യം ഉണ്ടാവും, മനുഷ്യന്മാരുണ്ടാക്കിയ ഭാഷയായതുകൊണ്ട്. പക്ഷെ എല്ലാ കാര്യവും വേർഡ് ബൈ വേർഡ് അതിങ്ങനെ വന്നാൽ അങ്ങനെ അർത്ഥം എന്ന് വെച്ച് പഠിച്ചാൽ പ്രശ്നം വരുന്നത്, നമ്മൾ എവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അവിടെ കിട്ടുന്ന അർത്ഥം വേറെ ആയിരിക്കും. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് എവിടെ ഉപയോഗിക്കണമെന്ന്. തീർന്നിട്ടില്ല. പിക്ചർ അബി ബി ബാക്കി ഹേ മേരെ ദോസ്ത്. രണ്ടാമത്തെ ചോദ്യം, വൈ ആർൻറ്റ് യു കമ്മിങ് വിത്ത് അസ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവനോട് ഇന്നലെ ചോദിച്ചതാണ്, ഇന്ന് രാവിലെയും ചോദിച്ചാണ്, അപ്പോഴൊക്കെ വരാമെന്ന് പറഞ്ഞു, ഇത് 2 മിനിറ്റ് മുമ്പ് വരുന്നില്ല എന്ന്. എന്താ പെട്ടെന്ന് പറ്റിയേ, ചെകുത്താൻ കൂടിയോ അവനെ? എടാ എന്താ നീ ഞങ്ങളുടെ കൂടെ വരാതിരിക്കണേ എന്ന് ചോദിക്കില്ലേ? എന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അവൻ വരുന്നാ, പക്ഷേ എൻ്റെ പ്രതീക്ഷ അങ്ങനെയായിരുന്നു, ഇതേ ഇപ്പോൾ പറഞ്ഞു വരുന്നില്ല എന്ന്. എന്താ നിന്റെ പ്രശ്നം, എന്താ നീ വരാത്തതെന്ന് ചോദിക്കില്ലേ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല, ഇതെന്താപ്പ ഇവന് പറ്റിയത് എന്ന് വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു അത്ഭുതം. അപ്പോഴും നമ്മൾ എന്താ ചോദിക്കുക, വൈ ആർൻറ്റ് യു കമ്മിങ് വിത്ത് അസ്, നീ വരുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്, എന്താ നീ വരാതിരിക്കണേ? വൈ ആർൻറ്റ് യു കമ്മിങ് വിത്ത് അസ്. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ വൈ ഡോണ്ട് യു കം വിത്ത് അസ് ടു ഇന്ന പ്ലേസ്, എവിടെയാ, ടു ദ ബീച്ച് അല്ലെങ്കിൽ ടു ദ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വരുന്നില്ലേ, വരാലോ, നിനക്കും കൂടാലോ എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ. വൈ ആർൻറ്റ് യു കമ്മിങ് വിത്ത് അസ് എന്ന് പറഞ്ഞാൽ
നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത്, എന്താണ് വരാതിരിക്കുന്നത് എന്നുള്ള ആ ഒരു അത്ഭുതമോ ആ ഒരു സംശയമോ അത് കാരണമാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ റെസ്റ്റോറൻറ്റിൽ പോകാൻ നേരത്ത് ഇന്നലെ പറഞ്ഞാണ് വരുന്നുണ്ടെന്ന്, നീ ഇപ്പോൾ പറഞ്ഞു വരുന്നില്ല എന്ന്. അപ്പോൾ എടാ, വൈ ആർ യു കമ്മിങ് വിത്ത് അസ്, എന്താ നീ ഇപ്പോൾ ഞങ്ങളോട് വരാതിരിക്കുന്നത്, അവനോട് ഉടക്കാണ് അതാണ് കാരണം എന്നൊക്കെ ചോദിക്കണമെങ്കിൽ വൈ ആർ യു കമ്മിങ് വിത്ത് അസ്, കേട്ടോ, അതാണ് അവിടെ. വൈ ആർ യു കമ്മിങ് വിത്ത് അസ് ടു ദ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റ് നിന്നെ പിടിച്ച് കടിച്ചോ, എന്താ പ്രശ്നം നിനക്ക്, എന്താ ഞങ്ങളോട് വരാതിരിക്കുന്നത്? ഈ പിടിച്ച് കടിച്ചോന്നൊക്കെ ചോദിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഫ്രണ്ട്സൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പിടിച്ച് കടിക്കും. അപ്പോൾ സംഭവം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മനസ്സിലായി എന്നൊക്കെ വിചാരിക്കും. ഇവിടുന്ന് ഇങ്ങനെ എല്ലാം പഠിച്ചു തൊട്ട് ഗോതയിലേക്ക് ഇറങ്ങാൻ നേരത്താണ് അത് ഡോണ്ട് ആണോ ആറിൻ്റെ ഡസ് അല്ലേ എവിടെ വരിക, അങ്ങനെയൊക്കെ സംശയം തോന്നുക. അപ്പോൾ ഡസ് എവിടെയാ വരിക? യു വരുമ്പോൾ ഡോണ്ട് അല്ലേ വരിക. അവൾ അവൻ എന്നൊക്കെ വരുമ്പോഴാണ് ഡസ് വരിക അല്ലേ. വൈ ഡസിൻ ഷീ കം വിത്ത് അസ് എന്ന് വെച്ചാൽ അവൾ എന്താ നമ്മുടെ കൂടെ വരാതിരിക്കണത്, വൈ ഡസിൻ ഷീ കം വിത്ത് അസ് അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു അവൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരാളോട് നേരിട്ട് ചോദിക്കുന്നതല്ലല്ലോ. അപ്പൊ എന്താണ് അവള് വരാതിരിക്കാൻ കാരണം എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് ഈ പറയുന്ന ഡിഫറൻസ് ഭയങ്കര വിസിബിൾ അല്ല. വൈ ഡസൻ ഷീ കം വിത്ത് അസ്, അവൾക്ക് എന്താ പ്രശ്നം, വൈ ഈസൻ ഷീ കമ്മിങ് വിത്ത് അസ്, അവൾ എന്താ നമ്മുടെ കൂടെ വരാതിരിക്കുന്നത്. ഇത് രണ്ടിനും അവിടെ സെയിം മീനിങ് ആണ് വരിക. പക്ഷേ യു വരുമ്പോഴാണ് ഇതിന്റെ മീനിങ് നന്നായിട്ട് അങ്ങോട്ട് മാറുക. ഞാൻ പറഞ്ഞ മീനിങ് അങ്ങനെയാണെങ്കിൽ ഡോണ്ട് യു ആണോ ആറിൻ്റ് യു ആണോ എന്ന് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ഒരു കസിൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ചെറുപ്പം മുതലേ ഒരുമിച്ചുള്ള നല്ല ഫ്രണ്ട്സാണ്. കസിനുണ്ട്, അവളുടെ അനിയത്തിയുണ്ട്, ഒക്കെ എല്ലാവരും ഉണ്ട്. നല്ല കൂട്ടാണ് അവരുടെ ഫാമിലി മൊത്തം. അപ്പം വന്നാൽ പൊതുവേ 2 ആഴ്ചയൊക്കെ നിന്നിട്ടാണ് പോവാറ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ പോവാന്ന്. അപ്പം എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ പിന്നെ അതെന്താ കുറച്ചുകൂടെ നിൽക്കാലോ ഞങ്ങളുടെ കൂടെ, കുറച്ചുകൂടെ ദിവസം നിൽക്കാലോ ഞങ്ങളുടെ കൂടെ, അതെങ്ങനെ പറയും? നമുക്കിങ്ങനെ ചോദിക്കുക, നിൽക്കാലോ നല്ലതായിരിക്കും, നമുക്കെല്ലാം കൂടെ കളിക്കാലോ കുറേ, വെക്കേഷനൊക്കെ അല്ലേ, അങ്ങനെ പറയും. വൈ ഡോണ്ട് യു സ്റ്റേ വിത്ത് അസ് എ ബിറ്റ് ലോങ്കർ ആണോ, എ ബിറ്റ് ലോങ്കർ എന്ന് വെച്ചാൽ ഇത്തിരി കൂടെ കാലം. വൈ ആരൻറ്റ് യു സ്റ്റേയിങ് വിത്ത് അസ് എ ബിറ്റ് ലോങ്കർ ആണോ, എന്താ വരിക അവിടെ? വൈ ഡോണ്ട് യു, വായോ കുറച്ച് കാലം കൂടെ നിൽക്കാം ഞങ്ങളുടെ കൂടെ, നീ ഇങ്ങനെ പെട്ടെന്ന് പോയാൽ എങ്ങനെയാ, നമുക്കത് കഴിഞ്ഞാൽ ഒളിച്ചുമുത്ത് കളിക്കണ്ടേ. വൈ ഡോണ്ട് യു സ്റ്റേ വിത്ത് അസ് എ ബിറ്റ് ലോങ്കർ. അപ്പോൾ വൈ ആരൻറ്റ് യു സ്റ്റേയിങ് വിത്ത് അസ് എ ബിറ്റ് ലോങ്കർ എന്ന് എപ്പോഴാണ് പറയാ? നീ സാധാരണ 2 മാസം ഞങ്ങളോട് നിൽക്കാറില്ലേ, നീ എന്താ ഇപ്പം പെട്ടെന്ന് തിരിച്ചു പോകാൻ പറയണത്? വൈ ആർ യു സ്റ്റേയിങ് വിത്ത് അസ് എ ബിറ്റ് ലോങ്കർ, എന്താ നിന്റെ പ്രശ്നം? അപ്പോൾ എന്താ അവര് ഞാൻ വിചാരിച്ച പോലെ കൂടുതൽ സമയം ഇവിടെ നിൽക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ. ഓക്കെ, എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പൂപ്പന് വയ്യാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നീ തിരിച്ചു പോണേ. ആ കാരണങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കണം, വൈ ആർ യു സ്റ്റേയിങ് വിത്ത് അസ് എ ബിറ്റ് ലോങ്കർ. വൈ ഡോണ്ട് യു എന്ന് വെച്ചാൽ ചെയ്യേ, നിൽക്ക്, കുറച്ച് കാലം കൂടെ നിൽക്ക് ഞങ്ങളുടെ കൂടെ എന്ന് പറയണേ ആ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ആ സജഷൻ. കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത ചോദ്യം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ഫ്രണ്ട്, അപ്പോൾ ഒരു പെൺകുട്ടിയാണ്, അവളുടെ വേറൊരു ഫ്രണ്ട്. അപ്പോൾ അവനായിട്ട് എന്തോ ഒരു അടി ഉണ്ടായെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ അവരോട് പറയാ? നീ എന്താ അവനെ ഒന്ന് തിരിച്ചു വിളിക്കാത്തെ, അതെങ്ങനെയാ പറയാ? എന്താ ചെയ്യാത്തത്? അവൻ ദേ കുറേ മിസ് കോൾസ് കിടക്കുന്നുണ്ടല്ലോ, ഒന്ന് തിരിച്ചു വിളിക്കേ. അങ്ങനെയാണെങ്കിലോ, തിരിച്ചു വിളിച്ചൂടെ എന്നാണെങ്കിലോ, ഏതാ വരിക? അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈ ഡോണ്ട് യു, നിനക്കൊന്ന് അവനെ തിരിച്ചു വിളിച്ചൂടെ എന്നാണെങ്കിൽ വൈ ഡോണ്ട് യു കോൾ ഹിം ബാക്ക്, അവനെ തിരിച്ചു വിളിച്ചൂടെ നിനക്ക്, വൈ ഡോണ്ട് യു ഡു ദാറ്റ്, അങ്ങനെ ചെയ്താൽ എന്താന്ന് ചെയ്തൂടെ നിനക്ക്, വൈ ഡോണ്ട് യു കോൾ ഹിം ബാക്ക്. അല്ലെങ്കിൽ മറ്റേ സെനറിയോ, നേരത്തെ ചോദിച്ചപ്പോൾ എന്തോ ബിസിയാണ്, ഭക്ഷണമുണ്ട് അത് കഴിക്കണം, പിന്നെ അത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അതാണ് തിരിച്ചു വിളിക്കാത്തതെന്ന് പറഞ്ഞു. ഇപ്പം നിനക്ക് വേറെ ഒരു പ്രശ്നമില്ലല്ലോ, നീ വെറുതെ ഇരിക്കുകയാണല്ലോ, ഫോണിൽ ചാർജും ഉണ്ടല്ലോ, ഇപ്പം എന്താ നീ തിരിച്ചു വിളിക്കാത്തേ, അതെന്താ കാര്യം? വൈ ആർൻറ്റ് യു കോളിങ് ഹിം ബാക്ക്, എന്താ പ്രശ്നം? നമുക്ക് അതൊരു അത്ഭുതം. നേരത്തെ അവൾ പറഞ്ഞ എക്സ്ക്യൂസ് ഒക്കെ കേട്ടപ്പോൾ ശരിയാ, അവൾക്ക് സമയം ഉണ്ടായിരുന്നില്ല, മനസ്സിലാക്കാം. ഇപ്പം പിന്നെ യാതൊരു പ്രശ്നമില്ലല്ലോ. വൈ ആർൻറ്റ് യു കോളിങ് ഹിം ബാക്ക്, ദേ അവൻ പിന്നെയും വിളിക്കുന്നുണ്ട്, നീ എന്താ തിരിച്ചു വിളിക്കാത്തേ? മനസ്സിലായോ? മറ്റേത് ഒരു സജഷൻ, വൈ ആർൻറ്റ് യു ഡൂയിങ് ഇറ്റ് എന്ന് പറയുമ്പം ഞാൻ അതാണല്ലോ നിന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്, നീ എന്താ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരാൾ മരിച്ചു പണിയെടുത്തോണ്ടിരിക്കുക, അപ്പം നമ്മൾ എടോ ഒരു ബ്രേക്ക് എടുത്തൂടെ, അങ്ങനെ ചോദിക്കും. വൈ ഡോണ്ട് യു ടേക്ക് എ ബ്രേക്ക്,
ഒരു ബ്രേക്ക് എടുത്തുവിടറോ, ഇങ്ങനെ മരിച്ചു കിടന്ന് പണിതിട്ട് എന്തിനാ? നാളെ വയ്യാണ്ടാവും, രാവിലെ എണീക്കാൻ പറ്റില്ല. വൈ ഡോണ്ട് യു ടേക്ക് എ ബ്രേക്ക്? വൈ ഡോണ്ട് യു ടേക്ക് എ ബ്രേക്ക്? ഒരു ബ്രേക്ക് എടുത്തൂടെ? ഇനി നീ എന്തത് ഒരു ബ്രേക്കും എടുക്കാതെ, സാധാരണ ഇത് ഓരോരോ 15 മിനിറ്റ് കൂടുമ്പോഴും 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന മനുഷ്യനാ. ഇതെന്താ ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാണ്ട്, ചായ കുടിക്കാൻ പോലും പോവാണ്ട് ഇങ്ങനെ പണിയെടുക്കണേ? എന്തോ ബോസിനോട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് പണിയെടുക്കില്ല. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്താണ് നീ ഇങ്ങനെ പണിയെടുക്കണേ? നീ എന്താ ഒരു ബ്രേക്ക് കൊടുക്കാതെ ഇങ്ങനെ പണിയെടുക്കണേ? വൈ ആർന്റ് യു ടേക്കിംഗ് എ ബ്രേക്ക്? എന്ത് പറ്റി? പിരിച്ചുവിടുന്ന് പറഞ്ഞോ? വൈ ആർന്റ് യു ടേക്കിംഗ് എ ബ്രേക്ക്? എന്താ പ്രശ്നം എന്ന്? അത് നമ്മുടെ എക്സ്പെക്ടേഷന് എതിരായിട്ട് ഇപ്പം ഭയങ്കര പണി. എന്താ ബ്രേക്ക് എടുക്കാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സംഭവം. വൈ ആർന്റ് യു ടേക്കിംഗ് എ ബ്രേക്ക്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് എക്സാം വരികയാണ്. അപ്പോൾ ഭയങ്കര പേടിയാണ് പരീക്ഷയൊക്കെ. പഠിക്കും, പക്ഷെ ചില സമയത്ത് നല്ല മാർക്ക് കിട്ടില്ല. അധ്വാനിച്ചാലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തിയിരുന്ന് ഉറങ്ങാണ്ട് പഠിക്കുമ്പോൾ നമ്മളങ്ങനെ ചോദിക്കുക, എടാ ഒരു ബ്രേക്ക് എടുത്തൂടെ? അങ്ങനെ ചോദിക്കും. പറഞ്ഞോളൂ. വൈ ഡോണ്ട് യു ടേക്ക് എ ബ്രേക്ക്? വൈ ഡോണ്ട് യു ടേക്ക് എ ബ്രേക്ക്? അവിടെ അതാണ് പറയാ. കിട്ടിയോ? എന്നാൽ നിങ്ങൾക്ക് വേറൊരു ചോദ്യം. ഇതോട് കഴിഞ്ഞിട്ട് പിന്നെ ഹോംവർക്ക് തരാം കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ അയൽക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വിശേഷ ദിവസമാണ്. അപ്പോൾ ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കാം. എന്താണ് വിശേഷ ദിവസം? എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്? അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ അയൽക്കാരൊക്കെ നല്ല കമ്പനിയാണ്, നല്ല കൂട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നാൽ നമുക്ക് പുറത്ത് പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറൊരു നെയ്ബർ കൂടി ഉണ്ട് അവിടെ, അവർ പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്നാൽ അവനോടും ചോദിക്കാം അല്ലേ, ഞങ്ങളിങ്ങനെ പുറത്ത് പോവാണ്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ ലഞ്ചിന് എന്ന് ചോദിക്കുക. അപ്പോൾ എങ്ങനെ ചോദിക്കുക? വി ആർ ഗോയിങ് ടു ദിസ് റെസ്റ്റോറൻറ്റ്, ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. വൈ ഡോണ്ട് യു ജോയിൻ അസ് ഫോർ ലഞ്ച്? നിങ്ങൾക്ക് വന്നൂടെ അവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്? ഞങ്ങൾ എല്ലാവരും കൂടെ പോകണ്ടല്ലോ. വൈ ഡോണ്ട് യു ജോയിൻ അസ്? എന്നാൽ ഈ നാലാമത്തെ ഫാമിലി ഇവിടെ പണ്ടേ ഉള്ളതാണ്. എന്നും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ലഞ്ച് കഴിക്കാൻ ഈ ഒരു സ്പെഷ്യൽ ദിവസം പോവുക. ഇപ്രാവശ്യം പറയണു ഞങ്ങളില്ല. അപ്പം നമ്മൾ പോയി ചോദിക്കണ്ടേ, ഡോ വൈ ആർന്റ് യു ജോയിനിങ് അസ് ഫോർ ലഞ്ച്? വൈ ആർന്റ് യു ജോയിനിങ് അസ് ഫോർ ലഞ്ച്? എന്താണ് കാര്യം? എന്താ പ്രശ്നം? ഇപ്പം തീർപ്പുണ്ടാക്കണം നമുക്കിതിന്. എന്താ കാര്യം? എല്ലാവരും കൂടെ അല്ലേ സാധാരണ പോയി കഴിക്കുക. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ അങ്ങനെയാണ്. പക്ഷെ ഇവർ വരുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം എന്ന് ചോദിക്കണമെങ്കിൽ വൈ ആർന്റ് യു ജോയിനിങ് അസ് ഫോർ ലഞ്ച്? അങ്ങനെയാണെങ്കിൽ ഹോംവർക്ക് ആണേ. നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവും അല്ലേ? ജോലിയൊന്നും അങ്ങനെ അപേക്ഷിക്കാൻ താല്പര്യമില്ല, അങ്ങനെ അങ്ങ് പോണ ഒരാൾ. അപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കണം, ഒരു നല്ല ജോലി ഗൾഫിൽ വന്നിട്ടുണ്ടല്ലോ, നീ അതിന് അപ്ലൈ ചെയ്യാത്തത് എന്താ? അങ്ങനെ ചോദിക്കും. നീ എന്താ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാത്തത്? നിനക്ക് അപ്ലൈ ചെയ്യാലോ എന്ന് ചോദിക്കണമെങ്കിൽ എന്താ പറയുക? ഉത്തരം വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ആണോ, വൈ ആർന്റ് യു അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ് ആണോ? അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലായോ? എന്നുവെച്ചാൽ നല്ലൊരു ജോലി വന്നിട്ടുണ്ട്, നിനക്കത് ചെയ്യാലോ, നല്ലതാണ്, നിനക്ക് വേണമെങ്കിൽ അത് ചെയ്യാട്ടോ എന്ന് പറയാം. നമ്മളങ്ങോട്ട് ഒരു സജഷൻ കൊടുക്കുക. നല്ല ജോലിയാടാ, നല്ല ശമ്പളമൊക്കെ ഉണ്ട്, ലീവൊക്കെ ഉണ്ട് നന്നായിട്ട്, എന്താ നീ അപ്ലൈ ചെയ്യാത്ത? നല്ല അപ്ലൈ ചെയ്തോ വേണമെങ്കിൽ എന്ന് പറയാണ്. അപ്പോൾ ഏതാ പറയുക? വൈ ആർന്റ് യു അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ് ആണോ, വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ആണോ? ഉത്തരം കോമെന്റിൽ എഴുതണം കേട്ടോ, ഞാൻ കറക്റ്റായ ആൻസർ പറഞ്ഞുതരാം. അടുത്ത ചോദ്യം. നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫാമിലീനെ കൂടെ കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്, ഞാൻ കൊണ്ടുവരുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം, എന്താ നീ ഫാമിലിയെ കൊണ്ടുവരാത്തത്? വൈ ഡോണ്ട് യു ബ്രിങ് യുവർ ഫാമിലി അലോങ് എന്നാണോ, വൈ ആരൻറ്റ് യു ബ്രിങ്ങിങ് യുവർ ഫാമിലി അലോങ് എന്നാണോ വരിക? അപ്പോൾ ഇതിൻ്റെ ആ സിറ്റുവേഷൻ കൃത്യമായി മനസ്സിലാക്കിയാലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതും ശരിയല്ല ഇതും ശരിയല്ല എന്ന് പറഞ്ഞതിൽ ആശങ്ക പാടില്ല. മനസ്സിലായോ? എന്താ കാരണം? ഈ സിറ്റുവേഷനിൽ ഒരെണ്ണേ വരുള്ളൂ. ഏത് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഞാൻ പറയാണ്, ഞാൻ മിക്കവാറും ഫാമിലിയെ കൊണ്ടുവരില്ല കേട്ടോ. ഇന്നലെ വരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ്, എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒറ്റത്തടിയായിട്ടാണ് വരാൻ പോണേ, ഞാൻ ഫാമിലി ഒന്നും കൊണ്ടുവരുന്നില്ല ടൂറിന്. അപ്പോൾ അടുത്ത ഡെസ്കിലുള്ള ആരാണ്, ഏതെങ്കിലും ഒരു സാർ എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളാണ് സാർ, താങ്കൾ എന്താണ് ഫാമിലിനെ കൊണ്ടുവരാത്തത്? കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പം എന്താണാവോ, എന്താ കൊണ്ടുവരാത്തത്? അങ്ങനെ ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കുക? വൈ ഡോണ്ട് യു ബ്രിങ് യുവർ ഫാമിലി അലോങ് എന്നാണോ, വൈ ആർന്റ് യു ബ്രിങ്ങിങ് യുവർ ഫാമിലി അലോങ് എന്നാണോ പറയുക? അപ്പോൾ ഇതിൻ്റെ ഉത്തരം
ഉത്തരങ്ങൾ 2 ചോദ്യം ഉണ്ടല്ലോ. ഉത്തരങ്ങൾ ഒരു സംശയമില്ലാണ്ട് നല്ല ഉറപ്പോടു കൂടി കോമെന്റിലിടുക. കേട്ടോ? ഞാന് കറക്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടായോ? ഇഷ്ടായെങ്കില് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഇഷ്ടായിന്നൊന്ന് പറഞ്ഞാ മതി ട്ടോ. അപ്പോ നമ്മൾ അടുത്ത് തന്നെ ഒരു 1 മില്യൺ മാർക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ സബ്സ്ക്രൈബേഴ്സൊക്കെ? മൈ ഗോഡ്! ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. 100K എത്തുമ്പോൾ തന്നെ ഞാൻ ഇത് ഇവിടുന്ന് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി പോവാം. അങ്ങനെ അത്രയധികം എന്താ പറയുക ആൾക്കാര് കാണുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എവിടെ എത്തി നിൽക്കണു നോക്കി നോക്കൂ. ഞാൻ ഈ ചാനലിൽ നമ്മുടെ ഒരു 16 വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടത്. അത് ബിഗിനേഴ്സിനൊക്കെ എല്ലാ ബേസിക്സും പഠിപ്പിക്കാൻ പറ്റിയതാണ്. അതിൻ്റെയൊക്കെ കോമന്റ്സ് കാണണം. എത്ര ആൾക്കാരാ അത് വെച്ചിട്ട് പഠിച്ച് ജോലി കിട്ടിയേക്കണെന്ന് അറിയോ? അങ്ങനെയൊക്കെ ഒരിക്കലും ഞാൻ കാരണം അങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെയൊക്കെ ആവുമെന്ന് ട്ടോ. ഭയങ്കര സന്തോഷം. എല്ലാവരും നിങ്ങൾക്ക് കാശില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ഇംഗ്ലീഷ് പഠിത്തം ഒഴിവാക്കരുത്. എസ്പെഷ്യലി ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾ, ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം മീഡിയത്തിലാന്ന് പറഞ്ഞിട്ട് അവരുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും എന്താ പറയാ പോരാന്ന് വിചാരിക്കരുത്. ഈ 16 വീഡിയോസുള്ള വീഡിയോ സീരീസ് കാണാൻ കുറേ പിള്ളേർ ചെയ്യാറുണ്ട്. ഹലോ ആൻറ്റി ഞാൻ 5ാം ക്ലാസ്സിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരാറുണ്ട് അതിന്. അപ്പോൾ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ വീഡിയോസ് അത് കണ്ട് കൂടെ ഇരിക്കണേ അച്ഛനമ്മയൊക്കെ. എന്നിട്ട് അപ്പം നിങ്ങൾക്കും പഠിക്കാമല്ലോ. എന്നിട്ട് ആ 16 വീഡിയോ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ 16 ദിവസം കൊണ്ട് തീർക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പണി അതിന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ആദ്യം തീർക്കുക കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഇംഗ്ലീഷ് അവർക്ക് സ്ട്രോങ് ആവുന്നേ. അപ്പോൾ അത് പഠിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ പോയി സാധാരണ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇതെന്താ സംഭവം എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ക്ലാസ്സിൽ പോയിരിക്കുമ്പോഴേ ചിലപ്പോൾ ഒന്നും പിടിയിട്ടില്ല. അങ്ങനെ പിള്ളേരുടെ ഭാവി വെച്ച് കളിക്കരുത്. കുട്ടികൾക്ക് ഈ ഒരു അറിയില്ലെങ്കിൽ കേട്ടോ നന്നായി ഇംഗ്ലീഷ് അറിയണമെന്നൊന്നും കാണിച്ചു കൊടുക്കണ്ട. അറിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഈ 16 വീഡിയോസ് കാണിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇതുമാതിരി കുട്ടികളുണ്ട് പഠിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഈ പ്ലേലിസ്റ്റ് മാത്രം ഒന്ന് കണ്ട് ശരിയാക്കാൻ പറയൂ കേട്ടോ. പിന്നെന്താണ് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ് പെട്ടെന്ന് ഇംഗ്ലീഷ് ഒന്ന് നന്നാക്കണം. എസ്പെഷ്യലി മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും. നന്നായി ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാം. പക്ഷേ അവർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും. എനിക്കധികം അറിയില്ല. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അങ്ങനെ 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 മാത്രം പറഞ്ഞു വരുന്ന കുറേ ആൾക്കാർ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു കോഴ്സ് എടുത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഇംഗ്ലീഷൊക്കെ നന്നായി ക്ലിയറായി ഗ്രാമർ സെൻറ്റൻസ് ഒക്കെ ക്ലിയറായി പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാം. അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെടുക്കുക. അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാം. അപ്പോൾ തന്നെ കണ്ടു തുടങ്ങാം. സ്വയം കണ്ട് പഠിച്ച് സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. ക്വിസൊക്കെ ഉണ്ട്. നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളുടെ ബ്രെയിനിനെ മസാജ് ചെയ്യിക്കുന്ന ടൈപ്പ് ക്വിസസ് അവിടെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. വീഡിയോ കണ്ട് ക്വിസ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അതിൽ. അങ്ങനെ കോഴ്സ് ചെയ്യാൻ പറ്റും. ഒക്കെ ഉണ്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് അയ്യോ എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. കോഴ്സ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ പ്ലേലിസ്റ്റിലെ ഞാൻ പറഞ്ഞ താഴെ കൊടുത്തിട്ടുള്ള അത് കാണുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം റെഡിയാവും കേട്ടോ. ടൈം ക്യാൻ ഹീൽ എവറിത്തിങ്. എല്ലാ പ്രശ്നങ്ങളും സമയത്തിന് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചോദ്യം ചോദിച്ച ആൾക്ക് നന്ദി. ഇനിയും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.